ലോകോത്തര വിപണിയിൽ അതിവേഗം വളരുന്ന പേഴ്സണൽ കെയർ ബ്രാൻഡായ കാർഡിന്റെ പുതിയ ഉൽപ്പന്നങ്ങളും വെബ്സൈറ്റും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ ഹൈബി ഈഡൻ MP, സിനിമാ താരങ്ങളായ റഹ്മാൻ, സംയുക്ത തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ൽ തുടക്കം കുറിച്ച കാർഡ് എന്ന പേഴ്സണൽ കെയർ ബ്രാൻഡ് ലുലു, ആസ്റ്റർ ഫാർമസി, ലൈഫ് ഫാർമസി, ടാറ്റ, MG, നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങി 200-ലധികം സ്റ്റോറുകളിലാണ് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. കാർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഏറെ മികച്ചതാണെന്നും സാധാരണക്കാരായ ആളുകൾക്കും ഇത് വാങ്ങിക്കുവാനും ഉപയോഗിക്കുവാനും കഴിയുമെന്നും നടൻ റഹ്മാൻ പറഞ്ഞു. I have used the product, so I very much would love to use the product, and I will use the product because എനിക്ക് അത് ഫീൽ ചെയ്തപ്പം എനിക്കൊന്നും യാതൊരു ഇറിറ്റേഷനോ അലർജീസോ ഒന്നും എൻ്റെ സ്കിന്നിന് തോന്നിയില്ല. അത് സത്യമാണ്, ഞാൻ വെറുതെ പറയല്ല. It is a true fact. I have used it and it is the first product that I used it outside the normal product that I use. പലരും വിചാരിക്കുന്നത് ഇത് സിനിമക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ ഈ ഷോ ബിസിലിരിക്കുന്നവർ മാത്രമാണ് ഇതൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഇസ് ഓൾസോ പിന്നെ നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കുന്നത്, അവരൊക്കെ വിചാരിക്കുന്നത് ഇത് പെണ്ണുങ്ങളുടെ പ്രോഡക്റ്റ് ആണ്. I would like to clarify on that. It is not only for ladies, it is ആണുങ്ങൾക്കും ഉപയോഗിക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം. 10 വർഷത്തിനകം 18 ഉൽപ്പന്നങ്ങളിലൂടെ വ്യക്തിഗത പരിചരണം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രീമിയം മാർക്കറ്റിന്റെ 10% നേടുക എന്നതാണ് കാർഡ് ലക്ഷ്യമിടുന്നത്. കാർഡിന്റെ ആദ്യവർഷ വിൽപ്പന 15 ദശലക്ഷം കവിഞ്ഞതായും അതിൽ 80% ഓഫ്ലൈൻ സ്റ്റോറുകളിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടമാണെന്നും സ്ഥാപകനും സിഇഒയുമായ ഷാഫിൻ കളത്തിങ്കൽ പറഞ്ഞു. We are currently available in India and UAE in approximately 200+ stores, both online and in stores, and are humbled and proud to have had the opportunity to collaborate with industry pioneers like Tata 1mg Pharmacies, Lulu Hypermarkets, both in India and UAE, Aster Pharmacies, India and UAE, Nesto Hypermarket India, and online platform marketplaces such as Amazon, Flipkart, Nykaa, and Big Basket, to name a few. പുതിയ ഉൽപ്പന്നങ്ങളും വെബ്സൈറ്റും അവതരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കൂടുതൽ ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഷാഫിൻ കളത്തിങ്കൽ കൂട്ടിച്ചേർത്തു. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.